ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ലേ ഒരു കിഡിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ചി മീൻ മപ്പാസിൻ്റെ റെസിപ്പി കേട്ടോ. അതായത് ഫുൾ ഫിഷ് ഇട്ട് നല്ല ആറ്റുമീൻ വെച്ച് മപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതിമാരെ കിളി വറക്കും. സംഭവം എന്തേ വേറെ ലെവലാണ്. അപ്പം നമ്മൾ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വെതറ എൻ്റെ ചങ്ങാതിമാരെ. ഇതുപോലെ മീൻ തിളച്ചങ്ങ് മറിയുന്ന പോലെ അങ്ങ് മറിക്കുക എൻ്റെ ചങ്ങാതിമാരെ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ നമ്മളെ എല്ലാം. ഒന്നും നോക്കേണ്ടതേ ഇതുപോലെ പൊളിച്ചടിക്ക് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്നിട്ട് ആദ്യം തന്നെ നമ്മളിതേ മീനെടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് പല ഇതും തോന്നും, ഇത് ഇയാളെ കഴുകുന്നുണ്ടോ, ഈ പുള്ളി ഇങ്ങനെയാണോ തട്ടിക്കൂട്ടുക. ഞാനൊരു 5-6 പ്രാവശ്യം നല്ലവണ്ണം മീൻ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട, നല്ലവണ്ണം അകമൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി സെറ്റപ്പാക്കി ഇതുപോലെ കയറ്റി വെക്കുക കേട്ടോ. ഇത് കഴുകി വെള്ളമൊക്കെ വെച്ച് 2-3 പ്രാവശ്യമൊക്കെ വെള്ളമൊക്കെ മാറി വേണം കഴുകാൻ കേട്ടോ. നല്ലവണ്ണം കഴുകി സെറ്റാക്കി ഇതുപോലെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാം. ശേഷം അടുത്ത കലാപരിപാടിയാണ് മീനെ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് ഒന്ന് വരഞ്ഞെടുക്കുക. ഒത്തിരി വരയല്ലേ, ലൈറ്റായിട്ടൊന്ന് വരഞ്ഞെടുക്കുക. ഇതുപോലെ 2 സൈഡും ഒന്ന് വരഞ്ഞ് നല്ല സ്റ്റൈലാക്കി ഇങ്ങെടുക്കുക കേട്ടോ. ഇതുപോലെ ആക്കിയെടുത്ത് അടുത്ത കലാപരിപാടിയാണ് നമ്മുടെ സ്ഥിരം കലാപരിപാടിയെ തീ പിടിപ്പിക്കൽ. തീ ഒന്ന് പിടിച്ച് വരുമ്പോഴേക്ക് ഉരുളി എടുത്തൊരു മറി വരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചങ്ങാതി. ആ റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതോ നീളത്തിലെരിഞ്ഞോ ഏതായാലും ഒരു കുഴപ്പമില്ല എടുത്ത് മറിച്ചതിന് ശേഷം അവനെയും ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. അവനൊന്ന് ലൈറ്റ് കളറായി വരുമ്പോഴേക്ക് ചെറുള്ളി ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് 2 3 കട്ട് ചെയ്ത ശേഷം അവനെയും ഇതിലിട്ട് ഇങ്ങനെ നല്ലവണ്ണം അങ്ങ് വാട്ടുക കേട്ടോ. നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ച് ഈ രൂപത്തിലൊക്കെ ആക്കി ഇങ്ങെടുക്കുക. അവനൊന്ന് കളറൊക്കെ ആയി ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ വരുന്ന കാണുമ്പോൾ തന്നെ നല്ല സ്മെല്ലായി വരും കേട്ടോ. ആ സമയത്ത് പച്ചമുളക് ഇങ്ങനെ 2 കീറിയതായിട്ട് 3 കീറിയെടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം അവനെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. ശേഷം ഇതിലേക്ക് ഇനി മസാലപ്പൊടി ഇടുന്ന പരിപാടിയാണ്. മഞ്ഞൾപ്പൊടി ലേശം, കുറച്ച് മുളക് പൊടി ലേശം, കാശ്മീരി ചില്ലി ആയാലും ഒരു കുഴപ്പമില്ല. ശേഷം മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കാരണം മപ്പാസിൽ മല്ലിയാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ചച്ചോവ അങ്ങ് മാറുന്ന രീതിയിൽ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിച്ചു. കരിഞ്ഞു പോലെ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വേണം ഇടാൻ. ശേഷം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ എന്തോരം മീൻ എടുക്കുമോ ആ മീൻ അതിൽ മുങ്ങി വേവുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം മീനൊന്ന് വേവിച്ചെടുക്കണമല്ലോ. എന്നിട്ട് ഇവനെ അങ്ങ് നല്ലോണം തിളപ്പിക്കുമ്പോൾ ആ മസാല കുത്തലൊക്കെ മാറി ഒരു നല്ല ലെവലിൽ ആ സാധനം കിട്ടും. ശേഷം ഉപ്പിടാൻ മറക്കല്ല്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആകെ കുളമായി പോവും. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലോണം അങ്ങ് കലക്കിക്കും. ഇതുപോലെ കലക്കി കൂട്ടി ഈ രൂപത്തിലായി വരുമ്പോഴേക്ക് ഇവനിലേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് 2 പാലെടുത്ത് ഇതുപോലൊരു മറിക്കുക. കാരണം 2 പാൽ ഒഴിക്കണം എന്ന് പറയാൻ കാരണം അല്ലെ വെള്ളച്ചൊവയുണ്ടാവും. മീൻ അതിൻ്റെ അകത്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചൊവയുണ്ടാവും. അപ്പോൾ 2 പാലും കൂടെ ഒഴിച്ചിട്ട് വേണം ഇവനൊന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് ഈ രൂപത്തിലങ്ങ് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആറ്റുമീൻ എടുത്തിട്ട് ഇതുപോലൊരു മറിക്കുക. ഫുൾ ഫിഷ് ആകുമ്പോഴേക്കും അതേപടി ഇട്ട് കൊടുക്കണം കേട്ടോ. പീസാക്കി ഇടുന്നേക്കാളും സുഖമാണ് ഈ ഫുൾ മീൻ എടുത്തത് ഇതുപോലെ ഒരു 400 ഗ്രാമിൻ്റെയോ ഒരു 500 ഗ്രാമിൻ്റെ മീനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് ഉരുളിയിലിട്ട് ഇങ്ങ് വേവിക്കാനുള്ള പരിപാടി ചെയ്യുക. അതിന് മുകളിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ തിളച്ച് വരുന്ന ആ ഗ്രേവി എടുത്തതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് അങ്ങ് കൊടുക്കുക. എൻ്റെ ചങ്ങാതി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ, ഒരു രക്ഷയുണ്ടാകും. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ആ മീൻ അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ പുഴുങ്ങി ഈ രൂപത്തിലായി വരുമ്പോഴേക്ക് തന്നെ നല്ല സ്മെല്ലാണ്. എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം മീൻ വെന്തു കേട്ടോ. ആവി പറക്കുമ്പോൾ തന്നെ കൊതി പറക്കാം എൻ്റെ ചങ്ങാതിമാർ, ഒരു രക്ഷയില്ല സാധനം. എന്നിട്ട് ആ ഗ്രേവി എടുത്ത് മീനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കഴിയുമ്പോഴേക്ക് ഗ്രേവി ഒന്ന് കുറുകി വരുന്നുണ്ട്, ലൈറ്റായിട്ടൊന്ന് കുറുകി വരുന്നത് കാണാൻ പറ്റും. അവനൊന്ന് ഈ രൂപത്തിലായി ഒന്ന് കുറുകി മീനൊക്കെ കറക്റ്റ് ഒന്ന് വെന്ത് ഒരു പാകത്തിനായി വരുമ്പോഴേക്കും ഒരു സ്മെല്ല് വരും. ആ സമയമാകുമ്പോഴേക്ക് നല്ല കുറുകിയ 1 തേങ്ങാപ്പാൽ, ആ തേങ്ങാപ്പാൽ എടുത്തത് ഇതിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി. അതങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവനെ ഇങ്ങ് സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക. കാരണം മീൻ പൊടിഞ്ഞു പോകല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണം, സ്ലോ മോഷനിൽ തന്നെ മിക്സ് ചെയ്താലേ ഉള്ളൂ മീൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവസാനം മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാം പൊടിഞ്ഞൊരു രൂപത്തിലാവും. ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതുപോലൊരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് പൊട്ടിക്കുക, ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി അങ്ങ് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക കേട്ടോ.
അവനൊന്ന് മൂത്ത് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്കും അതിലേക്ക് ദേ മുളകിട്ട് കൊടുക്കുക. മുളകിട്ട ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് കലക്ക എൻ്റെ ചങ്ങാതി ദേ ഇതുപോലെ അങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. അവരെ ഏകദേശം രൂപമാകുമ്പോൾ ഇച്ചിരി ലേശം മുളക് പൊടിയും കൂടെ ഇട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ മീൻ മപ്പാസിലേക്ക് എടുത്തിട്ട് മറിക്കുക എൻ്റെ ചങ്ങാതി. അപ്പം അങ്ങ് തിളച്ച് പൊങ്ങുമ്പോൾ ഒരു സ്മെല്ലാണ് എൻ്റെ ചങ്ങാതി, കിളി പറക്കും. എന്നിട്ട് ദേ ഇതുപോലെ ഉരുളി എടുത്തൊരു കറക്ക്. ആ കറക്കിയിട്ടങ്ങ് അവനങ്ങ് വെക്കുക എൻ്റെ ചങ്ങാതി. വെച്ച ശേഷം ദേ ഇതുപോലെ ഒരു ലാഡിലെടുത്ത് അവനെ മുകളിൽ കൂടെ ആ ഗ്രേവി ഇങ്ങനെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ആ തിളച്ച് പൊങ്ങുന്ന മണം കാണുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി കിളി പറക്കും. ഇനി ഒരു ഇച്ചിരി ചോറോ ഇച്ചിരി അപ്പമോ ഇച്ചിരി പൊറോട്ടയോ ഇച്ചിരി ചപ്പാത്തിയോ എന്ത് കിട്ടിയാലും ആ മീനങ്ങ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി മുകളിലേക്ക് ഇച്ചിരി ഗ്രേവിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എൻ്റെ ചങ്ങാതി കണ്ണടച്ചങ്ങ് പിടിപ്പിച്ചു. സാധനം വേറെ ലെവലാണ്. ഇതുപോലെയുള്ള കിടക്കാച്ചി ഐറ്റങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് അഭിപ്രായം വാരി വിതറ എൻ്റെ ചങ്ങാതി. നല്ല ആറ്റുമീനും കൂടെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. കടൽ മീനായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആറ്റുമീനാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഒന്നും നോക്കണ്ട, നേരെ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള കിടക്കാച്ചി ഐറ്റമായിട്ട് വരുന്നുണ്ട്, ഒന്നും നോക്കണ്ട. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ പഴയ ബീഫ് അച്ചാറിൻ്റെയൊക്കെ റെസിപ്പി കണ്ടു ഉണ്ടാക്കി എന്നൊക്കെ വിചാരിക്കുന്നു. അതുപോലെ കുറേ പേര് മേടിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. മേടിക്കുന്നവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, സൂപ്പർ അച്ചാർ കിട്ടും, ഒന്നും നോക്കാം.